ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതും എളുപ്പത്തിൽ. അതിനു വേണ്ടി ചിക്കൻ ഞാൻ ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള പേസ്റ്റ് അതും ഇട്ടിട്ടൊന്ന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മാരിനേറ്റ് ചെയ്തത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, വെളിയിൽ തന്നെയാണ് വെച്ചത്. അതൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, അധികം എണ്ണ ഒഴിക്കാറില്ല. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഇതിലേക്കൊന്ന് വഴറ്റണം കുറച്ച് നേരം. എന്നതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ ഇതൊന്ന് വഴറ്റണം. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കും റൈസിനും പിന്നെ എന്തിനും ആപ്പത്തിനും ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല, തേങ്ങയില്ലാതെ തന്നെ ചാറൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ കുരുമുളക് പൊടി ആദ്യമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ഈ ഉള്ളീൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഗരം മസാല ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതിൽ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. അതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത്, അതിന് ശേഷം പെരിഞ്ജീരകവും ചേർത്ത് തക്കാളിയും ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് എന്നതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വേവിച്ചാൽ മതി. എന്നതിന് ശേഷം ഫൈനലായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയും പിന്നെ പുതിന ഇലയും ചേർത്ത് കഴിഞ്ഞാൽ റെഡിയായി.